OM അബൂബക്കർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ നമ്മുടെ ടേസിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കാണ് അത് ഞാൻ വായിക്കാം. ടേസിയെക്കുറിച്ച്: മരണബേജാറ് കാലത്തെ വായനാ ദിനത്തിൽ ഒരു പയ്യന്റെ ജീവിതം വായിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. വായനാ ദിനമായ ഇന്ന് പുസ്തകങ്ങൾ വായിക്കുന്നതിന് പകരം ഞാനൊരു പയ്യനെ വായിച്ചു. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. കോവിഡ് മരണബേജാറ് കാലത്ത് ടേസിയിലൂടെ നമുക്കൊന്ന് റിഫ്രഷ് ആകാം. പണക്കൊഴുപ്പിൽ ജീവിക്കുമ്പോഴും ഡിപ്രഷൻ കാരണം കൊലക്കയറിൽ മുറുകി അമർന്ന് ഞെരുങ്ങിയൊടുങ്ങിയ ജീവിതങ്ങളോട് ചിലപ്പോഴെങ്കിലും പുച്ഛം തോന്നും. ചിലരെ കാണുമ്പോൾ ശരിക്കും പുച്ഛച്ചിരി പുറത്തു ചാടാനും മതി. അസാമാന്യമായ പ്രതിഭയുടെ പ്രകടനപരതയില്ലാതെ, ഉപരിപ്ലവതയില്ലാതെ, കൃത്രിമത്വമില്ലാതെ ടൈസി എന്ന ചെറുപ്പക്കാരൻ സഞ്ചരിക്കുന്ന വഴിയിലെ റിയാക്ഷനാണ് ഇതോടൊപ്പമുള്ള ഒരു ഫോട്ടോയിൽ കാണുന്നത്. ഈ ഫോട്ടോ ഒരു സാധാരണ ഫോട്ടോയായി തോന്നാം. പക്ഷേ പറയുന്നത് ആരാണ്, ആരോടാണ് പറയുന്നത് എന്നറിയുമ്പോൾ ധാരണകൾ മാറുകയും കുഴിഞ്ഞ കണ്ണുകളുമായി അവസാനത്തെ അഭയത്തിലേക്ക് പോകാതിരിക്കാൻ പ്രേരണയുമാകും എന്നതാണ് സത്യം. ആക്സിഡന്റ്, മരണമുഖം, നിരാശ, തകർച്ചയുടെ പടവുകളിലൊക്കെ നിൽക്കുന്ന ഒരാളുടെ മുന്നിൽ ടേസിയുടെ മുഖം ഒന്ന് മിന്നിമറിയേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ അനുഭവിച്ച്, ഇതൊക്കെ ജീവിതമാണ്, ജീവിച്ചേ പറ്റൂ, വെല്ലുവിളികളാണ് ജീവിതം എന്ന തിരിച്ചറിവിൽ കൈപിടിച്ചു കൊണ്ടുപോകുന്നു. ടേസിയുടെ വാക്കുകൾ നോക്കൂ. പരുന്തിനെ ഉന്നം വെച്ച് കുന്തമെറിഞ്ഞ് പാറയിൽ തട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ ചന്ദ്രനെ ലക്ഷ്യമാക്കി എറിഞ്ഞ് ഒരു പരുന്തിനെയെങ്കിലും വീഴ്ത്തുന്നത്. നെപ്പോളിയൻ ഹിൽ പറയുന്നു, എല്ലാ നേട്ടങ്ങളും സമ്പദ് സമൃദ്ധിയും തുടങ്ങുന്നത് ഒരാശയത്തിൽ നിന്നോ സ്വപ്നത്തിൽ നിന്നോ ആയിരിക്കും. നമ്മുടെ അവകാശമാണ് എന്ന അധികാരബോധത്തോടെ സ്വപ്നങ്ങളെ പിന്തുടരുക. നമുക്ക് അവ നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. നാം അവ അർഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ പിടിച്ചു നിർത്തി മുഖത്തു നോക്കി പറയാൻ കഴിയണം, ഇങ്ങ വിട്ടു തന്നേക്ക്, അതെന്റെ സ്വപ്നമാണ്. വൈകല്യങ്ങളെ തോൽപ്പിച്ച് വൈകല്യമുള്ളവരെയും ഇല്ലാത്തവരെയും പുതിയ ആകാശത്തേക്ക് കൊണ്ടുപോകുന്നവനെ കുറിച്ച് എന്ത് പറയാനാണ്? 7 പ്രാവശ്യം വീണാലും 8ാം തവണ എഴുന്നേൽക്കാൻ പറയുന്ന ഈ പയ്യനെ വായിക്കാം ഈ കോവിഡ് മരണ ബേജാറ് കാലത്തെ വായനാദിനത്തിൽ. സ്വന്തം ജീവിതം മാത്രമാണ് പറയുന്നത്, വലിയ വാതിലുകൾ തുറന്നു വെച്ചാണ് പറയുന്നത് എന്ന് മാത്രം. ടേസി, 1000 ഉമ്മകൾ.